അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ദ സർഫസ് ഇന്റഗ്രൽ ഓഫ് ദി നോർമൽ കമ്പണന്റ് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ ടോട്ടൽ ചാർജ് ഇൻസൈഡ് ഇറ്റ്. ദിസ് ഈസ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ്. ഈ ചിത്രത്തിൽ ക്യൂ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് ചാർജ് ആണ്. അപ്പോൾ ഈ ഇലക്ട്രിക് ചാർജിന് ചുറ്റും എന്തുണ്ടാകും? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. അപ്പോൾ അതിന് ചുറ്റുമുള്ള ഓരോ പോയിന്റിലുമുള്ള ആ ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ ക്യാപിറ്റൽ ക്യൂ കാരണമാണ് ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായേക്കുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള സ്മോൾ ക്യൂവിനെ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഈ സ്മോൾ ക്യൂ എന്ന് പറയുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ ഇലക്ട്രിക് ഫീൽഡ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. Intensity of an electric field is also called electric field strength. Is the force experienced by a unit positive test charge placed at a point in the field. അപ്പോൾ E is equal to എന്തായിരിക്കും? F by Q, where F is the force on the charge and Q is the magnitude of the test charge. E is the electric field intensity. ഇനി പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്താണെന്ന് നോക്കാം. ഫ്രീ സ്പേസിൽ ഇലക്ട്രിക് ഫീൽഡിനെ എത്രത്തോളം പാസ് ചെയ്യാൻ പറ്റും എന്നതാണ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഹൗ മച്ച് ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ പാസ് ത്രൂ എ വാക്വം. ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ ε0 ആണ്. അതുപോലെ വാല്യൂ ε0 ഈസ് ഇക്വൽ ടു 8.854 ഇൻറ്റു 10⁻⁻12 ഫാരഡ് പെർ മീറ്റർ. ഈ ചിത്രത്തിൽ ഒരു ഇമാജിനറി സ്ഫിയർ ഉണ്ട്. ഈ സ്ഫിയറിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു പോയിന്റ് ചാർജ് പ്ലസ് ക്യൂവിനെ പ്ലേസ് ചെയ്തേക്കുക. അപ്പോൾ ഈ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ചാർജ് കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും അതിന് ചുറ്റും. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ ക്യാപിറ്റൽ ഇ കൊണ്ട് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ ഇ ഈസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇമാജിനറി സ്ഫിയറിൻ്റെ സർഫസ് ഏരിയയാണ് നമ്മൾ ക്യാപിറ്റൽ എ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എ ഈസ് ദ സർഫസ് ഏരിയ ഓഫ് ഗോസിയൻ സർഫസ്. ഇനി ε0 എന്താണെന്ന് അറിയാലോ. ε0 ഈസ് ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഈ ഗോസസ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഗോസിയൻ സർഫസിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലായിരിക്കും? 1/ε0 ഇൻറ്റു ക്യൂ എന്ന് പറയുന്നതിന് ഈക്വലായിരിക്കും. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സെൻട്രലിലുള്ള പോയിന്റ് ചാർജ്. അപ്പം നമുക്ക് EA ഇസ് ഇക്വൽ ടു Q/ε0. അപ്പം ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിനെ ഒരു സ്മോൾ പോർഷൻ ഓഫ് ഏരിയ, ഈ ഗോസിയൻ സർഫസിൻ്റെ സ്മോൾ പോർഷൻ ഓഫ് ഏരിയ ആണ് DA. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ സർഫസ് ഇൻറ്റഗ്രൽ E.dA എടുത്താൽ മതി. അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? സർഫസ് ഇൻറ്റഗ്രൽ E.dA ഇസ് ഇക്വൽ ടു Q/ε0. അപ്പം ഇതാണ് ഗോസസ് ലോ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് നോക്കിയേ. ദ സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ദി നോർമൽ കമ്പണന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു ദ 1/ε0 ടൈംസ് ദ ടോട്ടൽ ചാർജ് ഇൻസൈഡ് ഇറ്റ്. ദിസ് ഈസ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ്. ആൻസർ ഏതാ? ഗോസസ് തിയറം.